സിനിമാ പ്രേമികളിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ദൃശ്യം 3. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിലെത്തും. ഇപ്പോഴത്തെ റിലീസ് സംബന്ധിച്ച് സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ് ജിത്തു ജോസഫ്. സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ദൃശ്യം 3. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒറിജിനൽ പതിപ്പും അഭിഷേക് ബച്ചനെ നായകനാക്കി അഭിഷേക് പഥക് സംവിധാനം ചെയ്യുന്ന ഹിന്ദി റീമേക്കും ഈ വർഷം തന്നെ തിയേറ്ററുകളിലെത്തും. ഇതിൽ ഹിന്ദി റീമേക്കിന്റെ റിലീസ് തീയതി നിർമ്മാതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. ഒക്ടോബർ 2-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. എന്നാൽ ഇതിനകം ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുള്ള മലയാളം പതിപ്പിന്റെ റിലീസ് സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ അത് സംബന്ധിച്ച സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ് ജിത്തു ജോസഫ്. ചിത്രം ഏപ്രിൽ ആദ്യവാരം തിയേറ്ററുകളിലെത്തുമെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. രാജഗിരി ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ദൃശ്യം 3ക്ക് മുമ്പ് തന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന വലതുവശത്തെ കള്ളനെക്കുറിച്ചും പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ദൃശ്യം ഒരുപാട് ആളുകളെ സ്വാധീനിച്ച ഒരു സിനിമ കൂടിയാണ്. അതിന്റെ തന്നെ വലിയ ഭാരം ഉള്ളിലുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഏപ്രിൽ ആദ്യവാരം ചിത്രം തിയേറ്ററുകളിൽ കാണാനാകും. അതിന്റെ ഔദ്യോഗിക റിലീസ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഇതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുകയും ചെയ്തു. ജനുവരി 30-ന് എന്റെ മറ്റൊരു സിനിമയായ വലതുവശത്തെ കള്ളൻ റിലീസ് ചെയ്യുന്നുണ്ടെന്നും ഒരു നല്ല സിനിമയായിരിക്കും അത്, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ടെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു. അതേസമയം ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് വാങ്ങിയിരുന്നു. ഇതോടനുബന്ധിച്ച് പനോരമ സ്റ്റുഡിയോസും അവരുടെ പങ്കാളികളുമായ പെൻ മൂവീസും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മോഹൻലാൽ, ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവരുടെ വാക്കുകളുമുണ്ടായിരുന്നു. തന്റെ ചിന്തകളിലും പ്രേക്ഷകരുടെ വികാരങ്ങളിലും വർഷങ്ങളായി തുടരുന്ന ആളാണ് ജോർജ് കുട്ടിയെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. പഴയൊരു സുഹൃത്തിനെ പുതിയ രഹസ്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് പോലെയാണ് അയാളിലേക്ക് വീണ്ടും പോകുന്നത്. അദ്ദേഹത്തിന്റെ യാത്ര എവിടേക്കാണ് മുന്നേറുന്നതെന്ന് പ്രേക്ഷകർ കാണാനായി ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് ഞാനെന്നും മോഹൻലാൽ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.